കേരളത്തിലെ മാധ്യമങ്ങൾ പരദൂഷണത്തിന്റെ ആഗോള കോളാമ്പികളായി അധപ്പതിച്ചുവെന്ന് കത്തോലിക്ക സഭ. എല്ലാവരുടെയും വസ്ത്രം അഴിച്ചു കാണിക്കുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തനം അധപ്പതിച്ചുവെന്ന് സഭ കുറ്റപ്പെടുത്തുന്നു. പൊതുജനങ്ങളെ നപുംസക ജന്തു എന്നാണ് കത്തോലിക്ക സഭാ വക്താവ് ആക്ഷേപിക്കുന്നത്. കത്തോലിക്ക സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട് മംഗളം ദിനപത്രത്തിൽ എഴുതിയ പ്രതിവാര പങ്ക്തിയിലാണ് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ചായക്കടകളിലെ ചർച്ചകളേക്കാൾ ദുഷിച്ചു നാറിയ തരത്തിലാണ് ചാനൽ ചർച്ചകളെന്ന് ഫാദർ തേലക്കാട് ആരോപിക്കുന്നു. എല്ലാവരെയും നാറ്റിക്കുക എന്ന സുഖ വിനോദ വ്യാപാരമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തനം പരദൂഷണ വ്യാപാരമായി മാറി. മാധ്യമപ്രവർത്തനം ആത്മാവ് വിൽക്കുന്ന കച്ചവടമായി അധപ്പതിച്ചുവെന്നും സഭാ വക്താവ് വിലപിക്കുന്നു. മാധ്യമങ്ങളെപ്പറ്റിയും പൊതുസമൂഹത്തെപ്പറ്റിയും ഇത്തരത്തിൽ വിലപിക്കുന്ന സഭാ നേതൃത്വം പക്ഷേ സഭയ്ക്കുള്ളിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തുകൊണ്ടുവരാൻ ക്രിയാത്മകമായി യാതൊന്നും ചെയ്തിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ അതിരൂപതയിലെ പ്രമുഖനും മോൺസിഞ്ഞോറുമായ പോൾ പേരാമംഗലം എന്ന വൈദികൻ മദ്യപിച്ച് കാറോടിച്ച് 5 വാഹനങ്ങൾ കേടുവരുത്തിയതിനെക്കുറിച്ച് പോലീസ് കേസെടുത്തെങ്കിലും സഭ വൈദികനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇയാളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ പ്രതിഷേധ സമരം വരെ സംഘടിപ്പിച്ചുവെങ്കിലും സഭാ നേതൃത്വം മൗനം പാലിക്കുകയായിരുന്നു. ഏതാണ്ട് 70-ലധികം വൈദികർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊലപാതക കേസിലെ പ്രതികൾ മുതൽ കള്ളനോട്ട് കേസിലെ പ്രതികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതികളായ നിരവധി വൈദികർ സുരക്ഷിതരായി സഭയ്ക്കുള്ളിൽ വിലസുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ ഒരു ബിഷപ്പിനെതിരെ കോടതിയിൽ കേസ് വന്നത് ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സിസ്റ്റർ അഭയ കേസിൽ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, ജോസ് പൃഥുക്കയിൽ എന്നിവരിപ്പോഴും സഭയിൽ വൈദികരായി തുടരുകയാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ മഠങ്ങളിൽ 30-ലധികം കന്യാസ്ത്രീകളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇത്തരം ദുരൂഹ മരണങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാനോ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സഭ സ്വീകരിച്ചു പോന്നത്. മിക്കപ്പോഴും മാധ്യമങ്ങളാണ് സഭയുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം പുഴുക്കുത്തുകളെ സംരക്ഷിക്കുന്ന സഭാ നേതൃത്വമാണ് മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. റോയ് മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.